ഹലോ നമസ്കാരം. ചെറിയ കുട്ടികളുള്ള വീടുകളാണോ നിങ്ങളുടേത്? അങ്ങനെയാണെങ്കിൽ പലപ്പോഴായിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, ഈ കുട്ടികൾ എന്തിനാ ഇങ്ങനെ കരയുന്നത്, എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്, എത്ര വട്ടം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ, അല്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, ഒരു കാര്യമില്ലാതെ കുറച്ച് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക, എടുത്തെറിയുന്നു, വലിച്ചെറിയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മെസ്സി ഉണ്ടാക്കുന്നു. പക്ഷേ നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും? അവർക്ക് എന്തോ സംതിങ് ഈസ് മിസ്സിങ് അല്ലേ? അത് എന്തായിരിക്കും എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ചിൽഡ്രൻ ഹാർബർ. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുട്ടികളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ കൂടാതെ ഭയങ്കര ഇൻട്രസ്റ്റിങ്ങും ആയിട്ടാണ് അത് ഡെവലപ്പ് ആവുന്നത്. അതായത് അതിൻ്റെ കുട്ടികളുടെ ബ്രെയിനിനെ നമുക്ക് അതൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടികളുടെ ബ്രെയിനിനെ ഒരു ഹൗസായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുക. ഒരു ഹൗസാണെങ്കിൽ ആ ഹൗസ് ഒരു 2 നില ഹൗസാണെന്ന് വിചാരിക്കുക. 2 നില ഹൗസിൽ രണ്ടാമത്തെ നില എന്ന് പറയുന്നത് അപ്സ്റ്റേഴ്സ് ബ്രെയിനാണ്. അപ്സ്റ്റേഴ്സ് ബ്രെയിന്. താഴത്തെ നില എന്ന് പറയുന്നത് ഡൗൺ സ്റ്റേഴ്സ് ബ്രെയിനാണ്. ഈ ഡൗൺ സ്റ്റേഴ്സ് ബ്രെയിനിന് ചില പ്രത്യേകതകളുണ്ട്, അപ്സ്റ്റേഴ്സ് ബ്രെയിനിനും ചില പ്രത്യേകതകളുണ്ട്. ഉറപ്പായിട്ടും അപ്സ്റ്റേഴ്സ് ബ്രെയിന് പ്രവർത്തനം തുടങ്ങിയിട്ടില്ല, പ്രവർത്തനം പൂർണ്ണമായിട്ടുമില്ല. പക്ഷേ ഡൗൺ സ്റ്റേഴ്സ് ബ്രെയിനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ഡൗൺ സ്റ്റേഴ്സ് ബ്രെയിൻ്റെ പ്രവർത്തനം കംപ്ലീറ്റഡ് ആണ്. അതായത് അവർ കരഞ്ഞുകൊണ്ടാണല്ലേ വരുന്നത്. കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ കരഞ്ഞുകൊണ്ട് വരുന്നു. അവരുടെ സ്ട്രോങ് ഇമോഷൻ ഓൾറെഡി അവർക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രോങ് ഇമോഷൻസിനെ കൈകാര്യം ചെയ്യുന്ന ഭാഗമാണ് ഡൗൺ സ്റ്റേഴ്സ് ബ്രെയിൻ എന്ന് പറയുന്നത്. കരച്ചിൽ വരുന്നത്, പിടിവാശി പിടിക്കുന്നത്, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നത് എന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള സ്ട്രോങ് ഇമോഷൻസിനെയും മാനേജ് ചെയ്യുന്നത് ഈ ഡൗൺ സ്റ്റേഴ്സ് ബ്രെയിനാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ഡൈജഷൻ, നമ്മുടെ സ്ലീപ്പിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മുടെ ശ്വസിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്, ഇതിനെല്ലാത്തിനും സഹായിക്കുന്നതും ഈ ഡൗൺ സ്റ്റേഴ്സ് ബ്രെയിൻ തന്നെയാണ്. അതുകൂടാതെ ഇനിയുണ്ട് ഡൗൺ സ്റ്റേഴ്സ് ബ്രെയിനിൻ്റെ പ്രത്യേകത. അവരെപ്പോഴും ഇങ്ങനെ ഒരു സേഫ്റ്റി മോഡ്, നമ്മൾ എപ്പോഴും സേഫാണ്, ഈ കുട്ടി സേഫാണ്, അല്ലെങ്കിൽ ഈ ആൾ സേഫാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ചുറ്റും എപ്പോഴും ഒരു ഒബ്സർവേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഈ ബ്രെയിനിൻ്റെ ഈ ഭാഗം തന്നെയാണ്. അതുകൊണ്ടാണ് ചില കുട്ടികൾ നമ്മൾ പെട്ടെന്ന് അങ്ങനെ എടുക്കുമ്പോഴേക്കും ഞെട്ടിയിട്ട് കരയുന്നു, അല്ലെങ്കിൽ അവരുടെ കൈ തന്നെ കണ്ടിട്ട്, ഇൻഫാൻസ് ഒക്കെ ആണെങ്കിൽ കൈ തന്നെ കണ്ടിട്ട് അവർ കരയുന്നു. അല്ലെങ്കിൽ കുറച്ചും കൂടെ മുതിർന്ന കുട്ടികളാണെങ്കിൽ അവർ എന്തെങ്കിലും പെട്ടെന്ന് അവരുടെ നിഴലിനെ കണ്ട് പേടിച്ച് കരയുന്നു. അതൊക്കെ അവർക്ക് അവരുടെ സേഫ്റ്റി എന്ന് പറയുന്ന സംഭവത്തിന് ബ്രെയിൻ തന്നെ കൊടുക്കുന്ന അലാമാണ്. അപ്പോൾ പെട്ടെന്നൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ബ്രെയിൻ കൊടുക്കുന്ന അലാമിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ കരച്ചിൽ, അല്ലെങ്കിൽ പിടിവാശി, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കാണിക്കുന്ന ദേഷ്യം, ഇങ്ങനെയുള്ള ഇമോഷൻസ് അവർക്ക് കാണിക്കുക. അതേസമയത്ത് നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അപ്സ്റ്റേഴ്സ് ബ്രെയിൻ ഉണ്ട്. അപ്സ്റ്റേഴ്സ് ബ്രെയിൻ എന്ന് പറയുന്നത് അത് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് അവിടെ മെയിനായിട്ട് ഉള്ളത്. ആ ഏരിയയിൽ നമ്മൾ കുട്ടികൾക്ക് ജനിക്കുമ്പോൾ തന്നെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ആ പ്രവർത്തനം തുടങ്ങാത്തത് കൊണ്ട് തന്നെ എന്താണ്, കുട്ടികളുടെ ശരിയായിട്ടുള്ള ലോജിക്കൽ ബ്രെയിൻ എന്നാണ് അതിന് പറയുന്നത്. ഈ ലോജിക്കൽ ബ്രെയിന് പ്രവർത്തനം തുടങ്ങാത്തത് കൊണ്ട് ഈ സ്ട്രോങ് ഇമോഷൻസാണ് എപ്പോഴും ഇവർക്ക് അവർക്ക് പുറത്തേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ലോജിക്കൽ ബ്രെയിന് എന്ന് പറയുന്ന സംഭവം അവിടെ പ്രവർത്തനം തുടങ്ങാത്തതുകൊണ്ട് കുട്ടികൾക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും കുട്ടികളുടെ സ്ട്രോങ് ഇമോഷൻസ് വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന്, നമ്മുടെ പാരൻസിൻ്റെ കയ്യിൽ നിന്നും കൂടെ ആ രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളവിടെ വല്ലാത്തൊരു മെൽറ്റ് ഡൗൺസിലേക്ക് പോകും, അല്ലെങ്കിൽ ടാൻട്രംസ് ഭയങ്കര ബിഗായിട്ട് തോന്നും, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. അങ്ങനെയുള്ള അവസ്ഥകൾ കൂടുതലായിട്ടും വരുന്നത് ഈ ഒരു നമ്മുടെ ഡൗൺ സ്റ്റേഴ്സ് ബ്രെയിനിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇടപെടൽ കാരണമാണ്. കാരണം ഒരു വലിയൊരു സിറ്റുവേഷൻ വരുമ്പോഴേക്കും എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും ഡൗൺ സ്റ്റേഴ്സ് ബ്രെയിന് മുകളിലത്തെ ബ്രെയിനിനെ ഹൈജാക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് അവിടെ ഒരു തടസ്സം സൃഷ്ടിക്കും. ആ തടസ്സം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ലോജിക്കൽ ബ്രെയിൻ പിന്നെ പ്രവർത്തിക്കുന്നില്ല. ലോജിക്കൽ ബ്രെയിൻ പ്രവർത്തിച്ച് തുടങ്ങുന്നത് പോലും ഒരു കുഞ്ഞ് ഏകദേശം ഒരു 3 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. എന്നാൽ ഈ കുട്ടി ഒരു 25 വയസ്സാകുന്നത് വരെയാണ് ഈ ലോജിക്കൽ ബ്രെയിന്, അപ്സ്റ്റേഴ്സ് ബ്രെയിൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് പ്രവർത്തനം കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത്. അപ്പം തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ ടീനേജേഴ്സ് പോലും ചില സമയങ്ങളിൽ ഭയങ്കര സില്ലിയാണ് നമുക്ക് തോന്നുന്ന സൈസ് സ്വഭാവങ്ങൾ കാണിക്കുന്നതെന്ന്. കാരണം അവർക്ക് ആ ഒരു അതൊന്നും കംപ്ലീറ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു പക്വതയിലേക്ക് എത്തുന്നില്ല. കാരണം ഈ ലോജിക്കൽ ബ്രെയിനാണ്, അതായത് അപ്സ്റ്റേഴ്സ് ബ്രെയിനാണ് നമ്മളെ കൊണ്ട് ഡിസിഷൻ മേക്ക് ചെയ്യാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ കുറച്ചും കൂടെ എംപതറ്റിക് ആക്കാൻ വേണ്ടി സഹായിക്കുന്നത്, കൈൻഡ്നെസ്, അതുപോലെ ഒരു പ്ലാൻ ചെയ്യാൻ സഹായിക്കുന്നത്, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നത്. ഇതെല്ലാം ആ ബ്രെയിൻ
ബ്രെയിൻ തന്നെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടത്. പക്ഷേ ആ സമയത്ത് ഈ ബ്രെയിനിന് അതിനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി താഴത്തെ ബ്രെയിന് അതിൻ്റെ കപ്പാസിറ്റി എല്ലാം ഏറ്റെടുത്ത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ ആസ് എ പാരൻറ്റ് നമ്മുടെ റോൾ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ സത്യം പറഞ്ഞ ഈ ഹൗസിന് എന്താണെങ്കിലും അപ്സ്റ്റേഴ്സും ഡൗൺ സ്റ്റേഴ്സും ഉണ്ടെങ്കിൽ എന്താണെങ്കിലും നടുക്ക് ഒരു പാലം വേണം അല്ലേ? ഈ പാലമായിട്ട് ശരിക്കും നിൽക്കുക എന്നുള്ളതാണ് ഒരു പാരൻറ്റിൻ്റെ ജോലി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ പാലമായിട്ട് നിൽക്കുക? ഈ കുട്ടിക്ക് ശരിക്കും ഭയങ്കര വലിയൊരു സങ്കടം വരുന്ന സമയത്ത് ശരിക്കും അവനോട് നമ്മൾ എടാ മോനെ നീ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ നീക്ക് കരയില്ലേ എന്ന് പറയുന്നതിലല്ല കാര്യം. ആ സമയത്ത് നീ കരഞ്ഞോ കുഴപ്പമില്ല, ക്രൈങ് ഈസ് ഓക്കെ, ഇമോഷൻസ് ആർ വെൽക്കം അല്ലേ? സങ്കടങ്ങളും വരും, സന്തോഷം വരും, അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ വരും, എന്ത് ഇമോഷൻ വന്നാലും അതെല്ലാം ഓക്കെയാണ്. ആ കുട്ടീൻ്റെ അടുത്ത് ചിലപ്പോൾ ഒന്ന് പോയിരുന്ന് അവൻ്റെ അടുത്ത് നിനക്ക് എന്താ പറ്റിയ മമ്മീനോട് പറയാവോ, അല്ലെങ്കിൽ മമ്മി ഇവിടെ തന്നെ ഉണ്ട്, നിൻ്റെ കരച്ചിൽ കഴിയുമ്പോൾ മമ്മിയോട് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അവൻ ചിലപ്പോൾ വാശി പിടിച്ച് കരയുന്നതാണെങ്കിൽ ടി വിയുടെ കാര്യത്തിനായിക്കോട്ടെ. എൻ്റെ മോൻ ചിലപ്പോൾ വാശി പിടിച്ച് കരയുന്നത് ടി വി ടൈം കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ടി വി നമുക്ക് ചില സമയങ്ങളിൽ കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും. ഒരു ഓവർ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. അതൊക്കെ നമുക്ക് പിന്നീട് നമ്മൾ വീഡിയോയിൽ സംസാരിക്കാം. പക്ഷേ ഇപ്പം എന്ന് പറയുന്നത് ആ ഒരു ഇൻസിഡൻറ്റിനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൊച്ചിനെ കൂടുതൽ വഷളാവാൻ അനുവദിക്കാണ്ട് അവരെ മനസ്സിലാക്കി എന്തുകൊണ്ടാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക, ഈ ബ്രെയിൻ എന്ന് പറയുന്ന സംഭവം അവിടെ ഓൾറെഡി അവനെ ലോജിക്കായിട്ട് ചിന്തിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇമോഷനായിട്ടത് കണ്ടുവന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ജോലി എന്താണ്? പാലമാണ് ഞാൻ അവൻ്റെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ ചിലപ്പോൾ ഇരിക്കുമ്പോൾ അവന് ഹെൽപ്ഫുള്ളായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ്റെ ഒന്ന് പാറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഹെൽപ്ഫുള്ളായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് ഹഗ് ചെയ്ത് കൊടുക്കുന്നതൊന്ന് ഹെൽപ്ഫുള്ളായിരിക്കും, അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട അവൻ്റെ അടുത്ത് പോയിട്ട് ചുമ്മാ ഇരുന്നിട്ട് ഞാനിവിടെ തന്നെ ഉണ്ട്, യു ആർ സേഫ് എന്ന് പറയുന്നതായിരിക്കും ചിലപ്പോൾ ഹെൽപ്ഫുൾ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് ടൈം നിങ്ങളുടെ കുഞ്ഞ് ഇങ്ങനെ കരയോ വാശി പിടിക്കുകയോ അല്ലെങ്കിൽ വല്ലാതെ ദേഷ്യപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നീ സേഫാട്ടോ, നിനക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ തന്നെ ഉണ്ട്, നമ്മളിത് കഴിഞ്ഞിട്ട് നമുക്കിതിനെപ്പറ്റി സംസാരിക്കാം എന്നൊന്ന് പറഞ്ഞു നോക്കൂ. എന്നിട്ട് അതിൻ്റെ ചേഞ്ച് എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.